ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ് ആണ്. അതിൽ തന്നെ നമ്മൾ ഒന്നാമത്തെ ഓൺ ദ ബേസിസ് ഓഫ് വാലിഡിറ്റീൻ്റെ അണ്ടറിൽ വരുന്ന 6 ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റുകളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ഓൺ ദ ബേസ് ഓഫ് വാലിഡിറ്റി കോൺട്രാക്റ്റിനെ 6 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വാലിഡ് കോൺട്രാക്റ്റ്, വോയിഡ് കോൺട്രാക്റ്റ്, വോയിഡ് എഗ്രിമെൻറ്റ്, വോയിഡബിൾ കോൺട്രാക്റ്റ്, അൺഎൻഫോഴ്സബിൾ കോൺട്രാക്റ്റ് ആൻഡ് ലാസ്റ്റ് ഇല്ലീഗൽ കോൺട്രാക്റ്റ്. ഇതെന്താണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ, അതായത് പാർട്ട് 1 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്റ്റുകളെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എക്സ്പ്രസ് കോൺട്രാക്റ്റ്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആൻഡ് ക്വാസി കോൺട്രാക്റ്റ്. ഓക്കെ, എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടണോ അല്ലെങ്കിൽ സ്പോക്കണോ, അതായത് പറയുകയോ എഴുതപ്പെട്ടിട്ടോ ഉള്ളതായിട്ടുള്ള കോൺട്രാക്റ്റുകളാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈവൻ നമ്മൾ ടെലിഫോണിലൂടെ നമ്മൾ ഒരു കാര്യം എൻ്റെ ഒരു ഒരു കാറ് ബിക്ക് കൊടുക്കാമെന്ന് ഒരു ഓഫർ കൊടുത്തു, ആ ഓഫർ ബി അക്സെപ്റ്റ് ചെയ്തു. സോ ഇതൊരു കോൺട്രാക്റ്റാണ്. നമ്മൾ ടെലിഫോണിലൂടെ ആണെങ്കിൽ പോലും ഇതൊരു കോൺട്രാക്റ്റാണ്. നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേർഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ റിട്ടൺ, അതായത് പറയുകയോ എഴുതുകയോ ചെയ്തിട്ടുള്ളതായിട്ടുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വണ്ണാണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ഷനിലൂടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ബിഹേവിയറിലൂടെയാണ് മനസ്സിലാവുന്നത്. അതായത് നമ്മളിവിടെ പ്രത്യേകിച്ച് നമ്മൾ എഴുതപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ സ്പോക്കണോ റിട്ടണൊന്നും അല്ല. ഓക്കെ, നമ്മുടെ ബിഹേവിയറിലൂടെ മനസ്സിലാവുന്ന കോൺട്രാക്റ്റാണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് അവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. You order food in a restaurant, eat it and pay for it. No words were exchanged, but a contract is implied. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൻ്റെ ഫെയർ എത്രയാണോ അതായത് അതിൻ്റെ എത്രയാണോ എമൗണ്ട് വരുന്നത് ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ക്വാസി കോൺട്രാക്റ്റ് ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ റിയൽ കോൺട്രാക്റ്റ്, ഒരു റിയൽ കോൺട്രാക്റ്റ് അല്ല. ഓക്കെ, അതൊരു ലീഗൽ ഒബ്ലിഗേഷനാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ആരുടെങ്കിലും ഒരു പേഴ്സ് എന്തെങ്കിലും കളഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാതെ അതിൻ്റെ ഓണർ ആരാണോ അയാൾക്ക് തിരിച്ച് ഏൽപ്പിക്കുക, അല്ലേ? അങ്ങനെയുള്ള, അതായത് നമ്മുടെ ഒരു ലീഗൽ ഒബ്ലിഗേഷനാണ്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ റിയൽ കോൺട്രാക്റ്റ്, ഒരു റിയൽ കോൺട്രാക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ക്വാസി കോൺട്രാക്റ്റിനെ കൺസ്ട്രക്റ്റീവ് കോൺട്രാക്റ്റ് എന്നും നമ്മൾ പറയുന്നു. ക്വാസി കോൺട്രാക്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് കൺസ്ട്രക്റ്റീവ് കോൺട്രാക്റ്റ്. അപ്പോൾ on the basis of formation, contract is divided into 3: express contract, implied contract and quasi contract. അപ്പോൾ അതാണ് നമ്മളിവിടെ പറയുന്നത് എക്സ്പ്രസ് കോൺട്രാക്റ്റ്. ദാറ്റ് മീൻസ് ക്ലിയർലി സ്റ്റേറ്റഡ് എയ്തർ ഓറലി ഓർ ഇൻ റൈറ്റിംഗ്, അതായത് എഴുതപ്പെട്ടിട്ടോ പറഞ്ഞിട്ടുള്ളതോ ആയിട്ടുള്ള കോൺട്രാക്റ്റുകളാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ്. നെക്സ്റ്റ് വൺ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ സ്പോക്കൺ അല്ലെങ്കിൽ റിട്ടൺ വേർഡ്സ് വെച്ചിട്ടുള്ളതല്ല. ഓക്കെ, പാർട്ടീസിൻ്റെ ആക്ഷൻസ് ത്രൂ ആണ് നമുക്ക് ആ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യണത്. നെക്സ്റ്റ് വൺ കോസി കോൺട്രാക്റ്റ് റിയൽ കോൺട്രാക്റ്റേ അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഓഫറോ അക്സെപ്റ്റൻസോ ഒന്നുമില്ല, ഒരു കോൺട്രാക്റ്റിൻ്റെ എലമെൻസുകളൊന്നും ഇല്ലാത്ത കോൺട്രാക്റ്റാണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ക്വാസി കോൺട്രാക്റ്റിനെ നമുക്ക് കൺസ്ട്രക്റ്റീവ് കോൺട്രാക്റ്റ് എന്നും കൂടി പറയാം. ഇപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ പറയുന്നത് എ മിസ്റ്റേക്കൺലി പേസ് 5,000 rupees into B's bank account. ബി ഈസ് ലീഗലി ബൗണ്ട് ടു റിട്ടേൺ ദ മണി. എന്ന് പറയുന്ന ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അറിയാതെ ബിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 5,000 rupees പോവുകയാണെങ്കിൽ ബി ലീഗലി ബീൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ആ പൈസ തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് ഫോർമേഷൻ്റെ ബേസിസിൽ 3 കോൺട്രാക്റ്റുകളാണുള്ളത്: എക്സ്പ്രസ് കോൺട്രാക്റ്റ്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആൻഡ് ക്വാസി കോൺട്രാക്റ്റ്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തം 4 ആയിട്ടാണ് കോൺട്രാക്റ്റുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്, യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് ആൻഡ് ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്, യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് ആൻഡ് ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. ഇനി എന്താണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് നോക്കാം. എ കോൺട്രാക്റ്റ് ഇൻ വിച്ച് ബോത്ത് പാർട്ടീസ് ഹാവ് കംപ്ലീറ്റ്ലി പെർഫോംഡ് ദെയർ ഒബ്ലിഗേഷൻ.
ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികളും അവരുടെ ഒബ്ലിഗേഷൻ ഫുള്ളായിട്ട് ഫുൾഫില്ല് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് നത്തിങ് റിമെയിൻസ് ടു ബി ഡൺ ബൈ എയ്തർ പാർട്ടി. ഇനി കൂടുതലൊന്നും ചെയ്യാനുണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസും അവരുടെ ഒബ്ലിഗേഷൻസ് ഡ്യൂട്ടീസൊക്കെ ഫുൾഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. Executory contract means a contract in which some or all obligations are yet to be performed by one or both parties. The contract is valid but performance is pending. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എ എന്ന് പറയുന്ന ഒരാൾ ബി പറയുന്ന ഒരാളുടെ വീട് പെയിൻ്റ് അടിച്ച് കൊടുക്കാമെന്നൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. ഓക്കെ, അങ്ങനെ ക്യാഷൊക്കെ വാങ്ങി വെച്ചു. പക്ഷേ അടുത്ത മാസമാണ് അവർ പെയിൻ്റ് അടിക്കുന്നത്. ഓക്കെ, സോ ഈ കോൺട്രാക്റ്റിൻ്റെ എന്താ പറയുക, ഒരാൾ എ എന്ന് പറയുന്ന ഒരാൾ ഇനി എന്ത് ഫുൾഫിൽ ചെയ്യാണ്ട്, അയാളുടെ ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യാണ്ട്. ഓക്കെ, അപ്പോൾ അത് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, അയാളുടെ പെർഫോമൻസ് അവിടെ എന്താണ്, പെൻഡിങ് ആണ്. ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുള്ളൂ, പെർഫോം ചെയ്യുള്ളൂ. സോ ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള കോൺട്രാക്റ്റ് വാലിഡ് ആണ്, പക്ഷേ ആ കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് എന്തായിരിക്കും, പെൻഡിങ് ആയിരിക്കും. ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ നമ്മൾ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയും. എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികളും അവരുടെ മുഴുവൻ ഒബ്ലിഗേഷനും ഫുൾഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും, പ്രത്യേകിച്ചൊന്നും ബാക്കിയായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ നമ്മൾ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്നും. ഇനി ഭാവിയിൽ എന്തെങ്കിലും ഒരു വർക്ക്, എന്തെങ്കിലും ഒരു ഒബ്ലിഗേഷൻ പെൻഡിങ് ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതായത് കോൺട്രാക്റ്റ് വാലിഡ് ആണ്, പക്ഷെ പെർഫോമൻസ് എന്തായിരിക്കും, പെൻഡിങ് ആയിരിക്കും. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുടെയും വർക്ക് അല്ലെങ്കിൽ അവരുടെ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. 3. Unilateral contract. Unilateral contract means a contract in which only one party has yet to perform his or her obligation. The other party has already fulfilled their part of the contract. യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മാത്രം എന്ത് ചെയ്തിട്ടുണ്ടാവും, അയാളുടെ ഒബ്ലിഗേഷൻസ് ഫുൾഫില്ല് ചെയ്തിട്ടുണ്ടാവും. മറ്റേ വ്യക്തി എന്ത് ചെയ്തിട്ടില്ല, ആ ഒബ്ലിഗേഷന് ഫുൾഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു വ്യക്തി മാത്രമാണ് ഒബ്ലിഗേഷൻസ് ഫുൾഫില്ല് ചെയ്തിട്ടുള്ളെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയും. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. എ സെൽ ഗുഡ്സ് ടു ബി ഓൺ ക്രെഡിറ്റ്. അപ്പോൾ എ എന്ന് പറയുന്ന ആൾ ബിക്ക് കടത്തിന് സാധനങ്ങൾ കൊടുത്തു. A has delivered the goods but B has not yet paid the price. അതായത് നമ്മൾ ഗുഡ്സ് കൊടുത്തു, പക്ഷെ കടത്തിനായതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല, ക്യാഷ് കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ ഒരു വ്യക്തി അയാളുടെ ഒബ്ലിഗേഷൻ ചെയ്തു, മറ്റേ വ്യക്തി എന്ത് ചെയ്തില്ല, ക്യാഷ് കൊടുക്കുക എന്നുള്ള ഒബ്ലിഗേഷൻ ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഓൺലി വൺ പേഴ്സൺ ഫുൾഫിൽ ഹിസ് ഒബ്ലിഗേഷൻ ആൻഡ് അതർ പാർട്ടി റിമൈൻ ആയിട്ട്, അതായത് അവരൊന്നും ചെയ്യാതെ നിൽക്കുകയാണ്. ഓക്കെ, ഇനി ഫോർത്ത് വണ്ണാണ് ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. ബൈലാറ്ററൽ കോൺട്രാക്റ്റ് മീൻസ് എ കോൺട്രാക്റ്റ് ഇൻ വിച്ച് ബോത്ത് പാർട്ടീസ് ഹാവ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ഒബ്ലിഗേഷൻ ടു പെർഫോം. ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ ബൈ എന്ന് പറഞ്ഞാൽ ടു, അതായത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടുള്ള രണ്ട് വ്യക്തികളും അവരുടെ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്തിട്ടില്ല. ഓക്കെ, യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒറ്റൊരു വ്യക്തി മാത്രമാണ് ഫുൾഫില്ല് ചെയ്യാത്തത്. ഓക്കെ, ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ എന്ത് ചെയ്തിട്ടില്ല, അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ഒബ്ലിഗേഷൻ എന്ത് ചെയ്തിട്ടില്ല, പെർഫോം ചെയ്തിട്ടില്ല. ഓക്കെ, ബോത്ത് പാർട്ടീസ് ആർ ബൗണ്ട് ടു പെർഫോം ദെയർ പ്രോമിസ് ഇൻ ദി ഫ്യൂച്ചർ. അവർ രണ്ട് പാർട്ടികളും അവരുടെ ഒബ്ലിഗേഷൻസ് എന്നായിരിക്കും പെർഫോം ചെയ്യുക, ഫ്യൂച്ചറിലായിരിക്കും പെർഫോം ചെയ്യുക. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് ബൈലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, എ എഗ്രീസ് to sell a car to next week and B agrees to pay the price on the date of delivery. ഇപ്പോൾ ഇവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞ ഒരാൾ അയാളുടെ കാറ് അടുത്ത ആഴ്ച ബിക്ക് സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അയാളുടെ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്തിട്ടില്ല. ഓക്കെ, ബി എഗ്രീസ് ടു പേ ദ പ്രൈസ് ഓൺ ദി ഡേറ്റ് ഓഫ് ഡെലിവറി. എന്നാണോ എനിക്ക് കാറ് തരുന്നത് അന്ന് ഞാൻ ക്യാഷ് തരാമെന്നാണ് ബിയും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ രണ്ടാൾക്കാരുടെ ഒബ്ലിഗേഷൻ അവിടെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. സോ രണ്ട് വ്യക്തികളും അവരുടെ പെർഫോമൻസ് ഫുൾഫില്ല് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ഫുൾഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ ബൈലാറ്ററൽ കോൺട്രാക്റ്റ് എന്നും, ഒരു വ്യക്തി മാത്രം പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്നും പറയണം. ഓക്കെ, ഇനി എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ
ബോത്ത് രണ്ട് വ്യക്തികളും എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ ഒബ്ലിഗേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് ഒന്നും ഇനി ഒന്നുമില്ല, റിമൈൻ ആയിട്ടൊന്നുമില്ല, നോ റിമൈനിങ്സ് അല്ലെങ്കിൽ നത്തിങ് റിമൈൻസ്. ഓക്കെ, രണ്ട് പാർട്ടീസും എന്ത് ചെയ്തിട്ടുണ്ട്, ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്. ഇനി എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ വാലിഡ് കോൺട്രാക്റ്റ് ആണ്, പക്ഷേ പെർഫോമൻസ് എന്താണ്, പെൻഡിങ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളാണ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ് ആണ്. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: എക്സ്പ്രസ് കോൺട്രാക്റ്റ്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്, ക്വാസി കോൺട്രാക്റ്റ്. ഓക്കെ, എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ വേർഡായിട്ടോ റിട്ടേൺ ആയിട്ടോ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ബിഹേവിയർ എന്നാണ് മനസ്സിലാവുക, നോട്ട് വേർഡ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. ക്വാസി എന്ന് പറഞ്ഞാൽ അതൊരു ലീഗൽ ഒബ്ലിഗേഷനാണ്. ഓക്കെ, ഒരു റിയൽ കോൺട്രാക്റ്റ് അല്ല. ക്വാസി കോൺട്രാക്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് കൺസ്ട്രക്റ്റീവ് കോൺട്രാക്റ്റ്. പിന്നെ പെർഫോമൻസിൻ്റെ ബേസിസിൽ 4 ആയിട്ടാവും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക: എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്, യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് ആൻഡ് ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. സോ ഇത്രയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ഓൺ ദ ബേസ് ഓഫ് വാലിഡിറ്റി നമ്മൾ പഠിച്ചു, ഓൺ ദ ബേസ് ഓഫ് ഫോർമേഷൻ നമ്മൾ പഠിച്ചു, ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് വാലിഡിറ്റിയിൽ 6 കോൺട്രാക്റ്റുകളാണുള്ളത്: വാലിഡ് കോൺട്രാക്റ്റ്, വോയിഡ് കോൺട്രാക്റ്റ്, വോയിഡ് എഗ്രിമെൻറ്റ്, വോയിഡബിൾ കോൺട്രാക്റ്റ്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് ആൻഡ് ഇല്ലീഗൽ കോൺട്രാക്റ്റ്. ഓക്കെ, പിന്നെ ഓൺ ദ ബേസ് ഓഫ് ഫോർമേഷൻ്റെ അണ്ടറിൽ 3 കോൺട്രാക്റ്റുകളാണുള്ളത്: എക്സ്പ്രസ് കോൺട്രാക്റ്റ്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആൻഡ് ക്വാസി കോൺട്രാക്റ്റ്. ഓക്കെ, ആൻഡ് ഓൺ ദ ബേസ് ഓഫ് പെർഫോമൻസ് 4 ആണുള്ളത്: എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്, യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് ആൻഡ് ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക്. സോ ഓക്കെ, താങ്ക് യു.